ഹായ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലാസ്റ്റ് വീഡിയോയിൽ ചോദിച്ച പോലെ ഒരു ഡെമോ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് താമസിച്ചു പോയി, ചെറിയ മൊബൈലിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിലേ ആയി പോയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ എൻ്റെ ഫേസ് ബെയർ സ്കിന്നാണ്. ലൈക്ക് ഒന്നുമില്ല എൻ്റെ ഫേസിൽ. ഞാൻ ജസ്റ്റ് CTM മാത്രം കുളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് CTM മാത്രം ചെയ്തിട്ടുള്ളൂ. ക്ലെൻസർ, ടോണർ ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ്. ഇത് ഞാൻ യൂസ് ചെയ്ത ടോണർ ഇതാണ്. കോസറക്സിൻ്റെ ഒരു സ്റ്റൈൽ മ്യൂസിക് എസൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസറിന് പകരം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ മാറ്റിഫൈങ് സൺസ്ക്രീൻ ആണ്. ഭയങ്കര നല്ലതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ലതാണ്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര നല്ലതാണ്. മാത്രമേ ഞാൻ യൂസ് ചെയ്തുള്ളൂ, വേറെ ഒന്നുമല്ല. ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ഇടാട്ടോ, കാരണം നിങ്ങൾ ഞെട്ടും. എൻ്റെ ഇതൊന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഐബ്രോസ് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിത്തിരിക്കും കുട്ടികളെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പിന്നെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ലിപ്റ്റിൻ്റെ കൂടെ ഒന്ന് ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും എൻ്റെ ഫേസിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ക്ലിയർ ആയിട്ട് കാണാമല്ലോ. പാടുകളെല്ലാം എന്താ ഇത്രയും പാവം. ഇവിടെ ചെറിയൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ കുത്തും കോമയുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ PCODക്കാർക്ക് അറിയാവുന്നതാണ് ഇവിടെയുള്ള ഇഷ്യൂസ്. ഇവിടെ ഇങ്ങനെ എപ്പോഴും നമ്മുടെ ഒരു ഡാർക്ക് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ടോ. നിങ്ങൾ പ്രൈമർ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഞാൻ ലാസ്റ്റ് അന്ന് വീഡിയോയിൽ കാണിച്ച പോലെ ഇൻസൈറ്റിൻ്റെയാണ്. ഇത് കളർ കറക്റ്റർ പാലറ്റാണിത്. ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ പോവാണ്. അണ്ടർ ഐ ഡാർക്ക്നെസ് എല്ലാം ഉണ്ട്. അണ്ടർ ഐക്കാളും കൂടുതൽ എനിക്ക് ഇവിടെയാണ് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഹൈഡ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് എടുക്കാൻ പോകുന്നത് ഈ ഒരു നടുക്കത്തെ ഓറഞ്ച് ഷെയ്ഡ് ഞാൻ ഫിംഗർ വെച്ചാണ് കാണിക്കുന്നത്. വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇത് വലിയൊരു സീനാണ്. ഈ എന്താ പറയുക, അണിവൺ ടോൺ ആവും നമ്മുടെ ഈ PCODക്കാർക്ക്. ഇവിടെ ഇത്രയും ഭാഗം ഭയങ്കര എല്ലാവർക്കും ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ, പക്ഷേ എനിക്കറിയാവുന്ന പലർക്കും ഉണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് PCODക്കാർക്കൊക്കെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അൺഡ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിനകത്തോട്ട് ചേർത്തിടരുത്. ഇവിടെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് മുകളിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് വേണം കേട്ടോ ഇങ്ങനെ ഡാബ് ചെയ്യാനായിട്ട്. താഴോട്ട് നോക്കരുത്, മുകളിലോട്ട് നോക്കിയിട്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ കണ്ണെപ്പോഴും ഇങ്ങനെ അടയുന്നതും തുറക്കുന്നൊക്കെ അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ ചുളിവ് വീഴും. നമ്മുടെ കണ്ണ് മുകളിലോട്ട് കയറ്റി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുളിവ് വീഴുമ്പോൾ ഇതല്ലെങ്കിൽ ഒരു ലൈൻ പോലെ ഫോം ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് മുകളിലോട്ട് നോക്കി ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഒരുവിധം കളർ കറക്ഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസിൽ. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ കൺസീലർ. ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞാൽ പുതിയത് ഓർഡർ ചെയ്തിട്ട് എനിക്കത് വന്നിട്ടേ ഉള്ളൂ. ഇത് ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൺസീലറാണ്. മെബിലൈൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിമൈൻഡ് മൾട്ടി യൂസർ കൺസീലറാണിത്. ഞാനത് കാണിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുമ്പോൾ empty ആയിരുന്നു. ഇതിപ്പോൾ പുതിയത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഒരു അടിപൊളി ആപ്ലിക്കേറ്ററാണ് കേട്ടോ. അപ്പോൾ ഒരു പഫ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളിത് മൾട്ടി യൂസ് എന്നതിൽ എഴുതിയിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. 144 കാരമലാണ് എൻ്റെ ഷെയ്ഡ്. ബട്ടർ സ്കോച്ചും എനിക്ക് ഓക്കെ ആണ് കേട്ടോ, പക്ഷേ കാരമലാണ് കുറച്ചും കൂടി എനിക്ക് സൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. 144 കണ്ടില്ലേ, ഇതാണ്. പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഹൈ പോയിൻറ്റ്സ് നമ്മുടെ എന്താ പറയുക ടീ സോണ്, ഈ ചീക്സിൻ്റെ ഇവിടെ ഒക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഷെയ്ഡിൻ്റെ നമ്മുടെ കറക്റ്റ് ഷെയ്ഡിൻ്റെ ഒരു 2 ഷെയ്ഡ് ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു ഹൈലൈറ്റിംഗ് പോയിന്റ്. പിന്നെ 2 ഷെയ്ഡ് ഡാർക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് കോണ്ടോർ ചെയ്യാൻ പറ്റും. ഒന്ന് ഫേസ് ഒന്ന് സ്കൾപ്റ്റ്. ഇപ്പോൾ എൻ്റെ ഫേസ് കാണാൻ പറയാം, നിങ്ങൾക്ക് അറിയാം, നല്ല ഉരുണ്ടിട്ട് നല്ല ബബ്ലി ആയിട്ടിരിക്കുന്ന ഒരു ഫേസാണ് എൻ്റെ. അപ്പോൾ എനിക്ക് ഇവിടേക്ക് ഒന്ന് കോണ്ടോർ ചെയ്തൊന്ന് സ്കൾപ്റ്റഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതിൻ്റെ 2 ഷെയ്ഡ് ഡാർക്കർ യൂസ് ചെയ്തിട്ട് എനിക്ക് കോണ്ടോർ ചെയ്യാനും ഇത് പറ്റും കേട്ടോ. അപ്പോൾ അതിനാണ് ഈ മൾട്ടി യൂസ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ തന്നെ ആപ്ലിക്കേറ്റർ ഉണ്ട്, കണ്ടില്ലേ, അതിൽ വന്നിരിക്കുന്നുണ്ട്. കുറച്ച് നമ്മളിങ്ങനെ തിരിച്ചിങ്ങനെ കൊടുത്താൽ മതി. ഇവിടെ ഞാൻ മിറർ വെച്ചിട്ട് ഞാൻ അത് നോക്കി ചെയ്യും. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരു തൃപ്തിയില്ല, ഞാൻ ഇത് നോക്കി ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഞാൻ എല്ലായിടും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, ബ്രഷ് വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ ബിഗിനേഴ്സിനൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയാണ്. ഇതിങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ബ്ലെൻഡറാണ്. ഇതിപ്പോൾ ഇങ്ങനെ കൊണ്ട് നമ്മൾ ചെയ്യരുത്. ഒന്ന് വെള്ളത്തിൽ മുക്കി നല്ലപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും. ആ ഒരു വെള്ളത്തിൻ്റെ ഒരു നനവ് ഇതിൽ വേണം, എന്നാൽ വെള്ളം ഇട്ടിട്ട് വീഴരുത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് തുടച്ച് ഇങ്ങനെ എടുക്കരുത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യേ പാടുള്ളൂ. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ നേരത്തെ കാണിച്ച പാടുകളെല്ലാം ഒന്ന് ഹൈഡ് ആയിട്ടില്ലേ? ഇതാ നോക്കൂ, നല്ലൊരു ഫിനിഷിങ് കിട്ടിയിട്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം, സെറ്റിംഗ് പൗഡർ അപ്ലൈ ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ചെയ്യാം കേട്ടോ. ഞാനത് ഒരു വീഡിയോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇതെല്ലാം ചെയ്ത ശേഷം ഞാനൊരു ഫൈനൽ ലുക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കളർ കറക്റ്റർ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ കാണിച്ചു, എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച വേറെ പ്രോഡക്റ്റ്സുകളുണ്ട്, പക്ഷേ അതെല്ലാം നല്ല തന്നെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ മെബിലിൻ്റെ ഈ ഒരു എന്താ പറയുക കൺസീലർ. പിന്നെ അതുപോലെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇൻസൈറ്റിൻ്റെ, എന്നാൽ നല്ല പെർഫോമൻസുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതങ്ങനെ ഒരു ഫൈനൽ ലുക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാവേ.